കാളിദാസിന്റെ മാളവികയുടെയും ഒക്കെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ആ കുടുംബം അവരുടെ ആഘോഷത്തിലാണ് എന്ന് പറയാം. ഇപ്പോഴിതാ മാളവിക ചെറിയ ചെറിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ്. ഈ ഇടയ്ക്കാണ് മാളവികയുടെയും നവനീതിന്റെയും ചിത്രങ്ങൾ പുറത്ത് ലഭിച്ചത്. അതിനുശേഷം അധികം കാര്യങ്ങളൊന്നും മാളവിക പങ്കുവയ്ക്കാത്തത് കൊണ്ട് തന്നെ ഡിസംബറിൽ പറയേണ്ടതായിരുന്നുവെന്നും ഞാൻ അല്പം വൈകിപ്പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് മാളവിക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിസംബറിലായിരുന്നു പ്രമുഖ താരം ജയറാമിന്റെ മകനും നടനുമായ കാളിദാസിന്റെ വിവാഹം നടന്നത്. മാളവികയുടേതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹം. ആർഭാടപൂർവ്വം നടന്ന ഈ വിവാഹത്തിൽ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാവരും പങ്കെടുത്തിരുന്നു. അതിനുശേഷം പോലും ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കുകയോ അതിന്റെ വിശേഷങ്ങളൊന്നും പ്രേക്ഷകരെ അറിയിക്കുകയോ മാളവിക ചെയ്തില്ല. എന്നാൽ ഇപ്പോഴാണ് മാളവികയ്ക്ക് അതിനുള്ള സമയമെല്ലാം ലഭിച്ചത്. അല്പം വൈകിപ്പോയി ഞാൻ, പക്ഷെ എത്ര മനോഹരമായ മറക്കാനാകാത്ത ഡിസംബർ ആയിരുന്നു കടന്നുപോയത്. എന്നെ ഈ ആഘോഷത്തിൽ ഒരുക്കിയവരെക്കുറിച്ച് ഓർക്കാതിരിക്കാനാകില്ലല്ലോ എനിക്ക്. നിങ്ങളെല്ലാവരും ചേർന്നാണ് ഈ നിമിഷം കൂടുതൽ മനോഹരമാക്കിയത്. എല്ലാവരുടെയും കഠിന പ്രയത്നത്തിനും സ്നേഹത്തിനും വലിയ നന്ദി അറിയിക്കുന്നു. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നന്നാകില്ല എന്നും സാധ്യമാകില്ല എന്നുമാണ് ഇപ്പോൾ മാളവിക പറയുന്നത്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പിൽ താരം പറയുന്ന വാക്കുകളാണിവ. കാളിദാസനും താരണിക്കും നവനീതിനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് മാളവിക പങ്കുവച്ചത്. ഗൗൺ, മിഡി, ഡ്രസ്, സൽവാർ തുടങ്ങിയ ചിത്രങ്ങളിലുള്ള വ്യത്യസ്ത രീതിയിലെ വേഷങ്ങളായിരുന്നു താരം പങ്കുവച്ചത്. വസ്ത്രങ്ങൾക്കിടങ്ങുന്ന രീതിയിലുള്ള ആക്സസറീസും മേക്കപ്പും ഉപയോഗിച്ചിരുന്നു മാളവിക. വളരെയധികം സിമ്പിൾ ലുക്കിൽ തന്നെയാണ് മാളവിക എത്തിയതെന്ന് പറയാം. നവനീതും മാളവികയൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വിവാഹത്തിനും ചിത്രങ്ങളിലും വീഡിയോകളിലുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ് ജയറാമിന്റെ മകൾ മാളവിക. ചിത്രങ്ങൾക്കൊപ്പം ഹൃദ്യമായ കുറിപ്പാണ് മാളവിക പങ്കുവച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെത്തിയ നിമിഷങ്ങൾക്കകം തന്നെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി. ചിത്രങ്ങൾക്ക് താഴെ തന്നെ നിരവധി പേർ ഹൃദ്യമായ കമന്റുകളും നിർത്തി. മനോഹരമായ ചിത്രങ്ങളെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. 4 പേരും ഏറ്റവും അനുയോജ്യമായ ജോഡികളാണെന്ന രീതിയിലുള്ള കമന്റുകളും എത്തിയിട്ടുണ്ട്. എന്താണ് പുതിയ വിശേഷമെന്ന് ചോദിക്കുകയാണ് ആരാധകർ നിരവധിയും. ഈ പുതിയ വിശേഷം പങ്കുവച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ സംശയമുണ്ടെന്ന് നിരവധി പേർ കമന്റ് ചെയ്യുന്നു. ഇതോടെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇനി ജയറാമിന്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാൽ എത്തുന്നതും പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ എന്ന് പറയാം. മാളവികയും കാളിദാസും ഒരുമിച്ചെത്തുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. കാളിദാസിന് ഇപ്പോൾ താരണിയും മാളവികയ്ക്ക് ഇപ്പോൾ നവനീതുമായി. അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇപ്പോൾ ഇവരെയും കൂടി ഉൾപ്പെടുത്തുന്നു. കാളിദാസിന്റെ വാർത്തകൾ വൈറലായി കഴിഞ്ഞാൽ താരണിയെക്കുറിച്ച് പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മാളവികയുടെ വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് പോലെ നവനീതിനെക്കുറിച്ചും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ അരിച്ചു പറക്കാറുണ്ട് പ്രേക്ഷകർ എന്ന് പറയാം. പ്രിയപ്പെട്ട താരപുത്രിയും പുത്രനും ആയതുകൊണ്ട് തന്നെയാണ് കാളിദാസിനെയും മാളവികയും കുറിച്ച് പ്രേക്ഷകർ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.